ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ സമയം ഞാൻ പാസ്റ്റർ ലേനീഷ് രാജൻ എല്ലാവരെയും ഡെയിലി മണ്ണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 12 വാക്യം. അവൾ അവന്റെ വസ്ത്രം പിടിച്ചു, എന്നോട് കൂടെ ശയിക്കായി എന്ന് പറഞ്ഞു. എന്നാൽ അവൻ തന്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടിട്ട് പുറത്തേക്ക് ഓടിപ്പോയി. പ്രിയ ദൈവമൈതലേ, ജീവിതത്തിൽ ചില വിജയങ്ങൾ നേടുന്നതിനേക്കാൾ ചില കാര്യങ്ങൾ വിട്ടുകളയുന്നതാണ് വലിയ വിജയം എന്ന് പറയുന്നത്. എല്ലാം പിടിച്ചു വയ്ക്കാൻ പഠിപ്പിക്കുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. പണം പിടിക്കുക, പദവി പിടിച്ചെടുക്കുക, അവസരം പിടിച്ചെടുക്കുക. പക്ഷേ ചില സമയങ്ങളിൽ ദൈവം പറയുന്നത് എന്താണ്? ഓടിപ്പോകും. ഇന്നത്തെ കഥ ഒരു മേലങ്കിയെ കുറിച്ചല്ല, വിട്ടുകളഞ്ഞ ഒരു മേലങ്കി, രക്ഷിക്കപ്പെട്ട ഒരു വിളി, കാത്തു സൂക്ഷിക്കപ്പെട്ട ഒരു ഭാവി എന്നിവയെ പറ്റിയാണ്. ഇവിടെ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം, യോസെഫ് അടിമയായിട്ട് മിസ്രൈമിലെത്തി. പൊത്തിഫറിന്റെ വീട്ടിൽ അവൻ വിശ്വസ്തനായിട്ടാണ് അവിടെ സേവനം കഴിച്ചത്. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും എന്തുണ്ടായിരുന്നു? അനുഗ്രഹം വളരെ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ പൊത്തിഫർ വീട്ടിലെ എല്ലാ കാര്യങ്ങളും യോസെഫിനെ ഏൽപ്പിക്കുവാനിടയായി തീർന്നു. പക്ഷേ ഒരു ദിവസം യോസഫ് ഒരു പരീക്ഷണം നേരിടേണ്ടി വരികയാണ്. പൊത്തിഫറിന്റെ ഭാര്യ അവനെ പാപത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു രംഗം. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ ആവർത്തിക്കുന്നു. അവൾ യോസഫിനെ വശീകരിക്കാൻ ശ്രമിച്ചു. ഒരു ദിവസം വീട്ടിൽ ആരുമില്ലാത്ത ഒരു സമയം നോക്കി അവൾ യോസഫിന്റെ മേലങ്കി പിടിച്ചു, എന്നോട് കൂടെ ശയിക്ക എന്ന് പറഞ്ഞു. ആ നിമിഷം യോസഫിന് 2 വഴികൾ ഉണ്ടായിരുന്നു. ഒരു നിമിഷത്തെ സുഖം, അതുമല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി. യോസഫ് അവിടെ എന്ത് ചെയ്തു? അവിടെ വാദിച്ചില്ല, അവിടെ ചർച്ച ചെയ്തില്ല, അവിടെ ചിന്തിച്ചില്ല. അവൻ തന്റെ മേലങ്കി അവളുടെ കയ്യിൽ വിട്ടിട്ട് ഓടിപ്പോകുവാനിടയായി. ഇവിടെ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആത്മീയ മർമ്മം ഞാൻ നിങ്ങളോട് പറയും. യോസഫ് തന്റെ മേലങ്കി നഷ്ടപ്പെടുത്തി, പക്ഷേ തന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തിയില്ല, അത് കാത്തു സൂക്ഷിച്ചു. അവൻ തന്റെ മാന്യത അവിടെ കാത്തു സൂക്ഷിക്കുകയായിരുന്നു. അവൻ തന്റെ ഭാവി അവിടെ കാത്തു സൂക്ഷിക്കുകയായിരുന്നു. ആ ദിവസം അവൻ മേലങ്കി പിടിച്ചു നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ യോസഫ് മിസ്രൈമിന്റെ പ്രധാനമന്ത്രി ആകത്തില്ലായിരുന്നു. ചിലപ്പോൾ ദൈവം നമ്മോടൊക്കെ ചോദിക്കുന്നത്, നീ എന്തിനാണ് പിടിച്ചു നിൽക്കുന്നത്? കാരണം ചില അനുഗ്രഹങ്ങൾ നേടാൻ വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരും, വിട്ടുകളയേണ്ടതായിട്ട് വരും. ഇവിടെ ഒരുപക്ഷെ ചിലർ പിടിച്ചു നിൽക്കുന്നത് ഒരു തെറ്റായ ബന്ധങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചില രഹസ്യ പാപമായിരിക്കാം, ആരോട് ക്ഷമിക്കാത്ത മനസ്സായിരിക്കാം, അതുമല്ലെങ്കിൽ ലോക സ്നേഹമായിരിക്കാം, അതുമല്ലെങ്കിൽ നമ്മളുടെ അഹങ്കാരമായിരിക്കാം. ദൈവം ഇവിടെ പറയുന്നു, അത് വിട്ടുകളയൂ, അത് വിട്ടുകളയൂ. കാരണം നീ വിട്ടുകളയുവാൻ മടിക്കുന്ന കാര്യം നിന്റെ ഭാവിയെ ഒരുപക്ഷെ തടഞ്ഞേക്കാം. യോസഫ് ഇവിടെ മേലങ്കി വിട്ടു, പക്ഷെ ദൈവം അവന് സിംഹാസനമാണ് ഒരുക്കിയത്. അവൻ ഒരു നിമിഷത്തെ സുഖം വിട്ടപ്പോൾ ഒരു രാജ്യത്തിന്റെ ഭരണം തന്നെ യോസഫിന് ലഭിക്കുവാനിടയായി തീർന്നു. അവൻ അവിടുന്ന് ഓടിപ്പോയി. പക്ഷെ അതായിരുന്നു അവന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഇന്ന് ഈ പ്രഭാത സമയം ദൈവജനം കേൾക്കുന്ന ദൈവമൈതലേ, നിങ്ങൾ വിട്ട് കളയേണ്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അത് നിങ്ങളോട് ഹൃദ്യമായി ഇടപെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വിട്ട് കളയുക. നിങ്ങളെ വിളിയെ നശിപ്പിക്കുന്ന ശത്രു അതുണ്ടെങ്കിൽ അത് നിങ്ങൾ വിട്ടുകളയും. ചെറിയ വിട്ടുവീഴ്ചകൾ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും. വിശുദ്ധിയിൽ നിങ്ങൾ നടക്കാൻ ശ്രമിക്കുക. ദൈവം നിങ്ങൾക്കായി വലിയ കാര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾ നഷ്ടമെന്ന് കരുതുന്നത് ദൈവം നിങ്ങളെ ഒരുപക്ഷെ സംരക്ഷിക്കുന്ന വഴിയായിരിക്കാം. ഇന്ന് കർത്താവ് നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നു, നീ വിട്ടുകളയുവാൻ തയ്യാറാകുമ്പോൾ ദൈവം നിങ്ങളെ ഉയർത്തുവാനും തയ്യാറാണ്. അതുകൊണ്ട് ഇന്ന് ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഏതെങ്കിലും മേഖലകൾ നിങ്ങൾക്ക് വിട്ടുകളയുവാനുണ്ടെങ്കിൽ അത് വിട്ടുകളഞ്ഞ് ദൈവം എന്താണോ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ പദ്ധതിയിൽ എന്താണോ ഉള്ളത്, അത് നിറവേറാൻ വേണ്ടി ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. യോസഫ് ഒരു മേലങ്കി വിട്ടു, ദൈവം അവനൊരു രാജ്യം നൽകി. അങ്ങനെയെങ്കിൽ വിടേണ്ടത് ചിലത് വിടുവാൻ, പ്രാപിക്കേണ്ടത് ചിലത് പ്രാപിക്കുവാൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ മറക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇതുവരെ വചനം ശ്രമിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.